ഇന്നത്തെ റെസിപ്പി ഇഫ്താറിൻ്റെ സമയത്ത് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഇഫ്താർ വിഭവമാണ് മലബാർ സ്പെഷ്യൽ അതിശയപ്പത്തിരി. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഷോർട്ട്കട്ട് എന്നാണ് കേട്ടോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. നമുക്ക് സിമ്പിളായിട്ട് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. ഇതിൽ ഒരുപാട് നല്ല നല്ല വീഡിയോ എഫക്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോർട്ട്കട്ടിലെ ക്രോമാക്കി കളർ പിക്കർ ഉപയോഗിച്ചിട്ട് ഗ്രീൻ സ്ക്രീന് മാറ്റിയിട്ട് നമുക്കിഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനും സാധിക്കും. ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യാനും വോയിസൊക്കെ റെക്കോർഡ് ചെയ്യാനും ഹൈ ക്വാളിറ്റിയിൽ തന്നെ അത് ഷെയർ ചെയ്യാനും പറ്റും. പിന്നെ ഈ ഒരു ഷോർട്ട്കട്ടിൽ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് വാട്ടർമാർക്ക് ഇല്ലാതെ തന്നെ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കാം കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. മധുരമുള്ള വേർഷനാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു നെയ്യിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇടയ്ക്ക് കടിക്കാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നട്ട്സ് കുറച്ച് കൂടുതലിടുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. പിന്നെ അണ്ടിപ്പരിപ്പ് മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് റോസ്റ്റായിട്ട് കിട്ടിയാൽ ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതേ നെയ്യിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു തേങ്ങ നെയ്യിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ റോസ്റ്റ് ചെയ്തെടുക്കുന്ന കൂട്ടത്തിൽ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തേങ്ങ ചെറുതായിട്ടൊന്ന് കളറ് മാറി കിട്ടിയാൽ മതി. അത്രയും വരെ നന്നായിട്ട് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തേങ്ങയ്ക്ക് ഏകദേശം ആയി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കായ പൊടിച്ചത് ഈ ഒരു കളറിലുള്ളത് പഞ്ചസാര കൂടെ ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം മിക്സിയുടെ ജാറിലിട്ടൊക്കെ കുറച്ച് ഏലക്കായൊക്കെ പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഏലക്കായ പൊടിച്ച് കിട്ടും. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വറുത്ത് കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിയും കൂടെ ചേർത്തിട്ട് അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. മുകൾ ഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ മിക്സാക്കി എടുത്താൽ നമ്മൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ദോശ ചുട്ടെടുക്കണം. അപ്പോൾ ദോശ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പത്തിരി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതും പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ നല്ല ലൂസായിട്ടുള്ള ബാറ്ററായിട്ടാണ് വേണ്ടത്. ഇനി എളുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ദോശ ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ തവി വീതം മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചിട്ട് ദോശയാക്കി ചുട്ടെടുക്കാം. അപ്പോൾ മാവ് ഒഴിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് തുറന്നതിന് ശേഷം ഒന്ന് മറിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ പാനിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. പിന്നെ ചുട്ടെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തത് കാരണം ഓയിലൊന്നും ബ്രഷ് ചെയ്യാതെ തന്നെ ചട്ടിയിൽ നിന്ന് പാനിൽ നിന്ന് വിട്ട് കിട്ടുന്നുണ്ട്. ഇനി അഥവാ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഈ ഒരു ബാറ്റർ വെച്ചിട്ട് ഒരു 7 ദോശയാണ് ചുട്ടെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേറൊരു ബാറ്ററും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പിന് കുറച്ച് താഴെയായിട്ട് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് നിർബന്ധമൊന്നുമില്ല, അതിന് പകരം ഒരു മുട്ട എക്സ്ട്രാ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ആയിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. സൈഡ് ഭാഗത്തും താഴ്ഭാഗത്തൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആയിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ദോശ ആദ്യം മുട്ടയുടെ ബാറ്ററിൽ ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം. താഴെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ദോശയുടെ മുകളിലേക്കായിട്ട് തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് എല്ലാ ഭാഗത്തും സെൻറ്ററിലൊക്കെ ആയിട്ട് ഒന്ന് വിതറി കൊടുക്കാം. സൈഡിലും സെൻറ്ററിലായിട്ടൊന്ന് വിതറി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് അടുത്ത ദോശ ഇതേപോലെ മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇടയ്ക്ക് സൈഡ് ഭാഗത്ത് ഇതുപോലെ മുട്ടയുടെ ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ സൈഡ് ഭാഗമൊക്കെ ദോശ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. സൈഡ് ഭാഗം മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, എന്നാലേ കറക്റ്റായിട്ട് ആ ഒരു സൈഡൊക്കെ കറക്റ്റായിട്ട് വേവിച്ച് വരുന്ന സമയത്ത് ഒട്ടി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ ലെയറായിട്ട് ദോശ കഴിയുന്നവരെ ലെയറായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെയ്തെടുത്ത സമയത്ത് സൈഡ് ഭാഗമൊക്കെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് ദോശയുടെ എല്ലാ സൈഡ് ഭാഗത്തും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാൽ നല്ല ഫിനിഷിങ് ഉണ്ടാവും. കാണുന്ന സമയത്ത് സൈഡ് ഭാഗമൊക്കെ നല്ല ഒട്ടി കിട്ടിയിട്ട് നല്ല ഫിനിഷിങ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ ലെയറും ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുകൾ ഭാഗത്ത് ബാക്കി വന്നിട്ടുള്ള തേങ്ങയുടെ കൂട്ടും പിന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സും പിന്നെ മുട്ടയുടെ മിക്സ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് സൈഡിലൂടെയും മുകളിലൂടെയായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സൈഡ് ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ ഏതെങ്കിലും അലൂമിനിയത്തിൻ്റെ അടപ്പുണ്ടെങ്കിൽ അതോ വെച്ച് കൊടുക്കുക. എന്നാൽ കറക്റ്റായിട്ട് തന്നെ അടി പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് വേവിച്ചെടുക്കാം. കാരണം മുട്ടയൊക്കെ ഒന്ന് വെന്ത് കിട്ടാനുണ്ടാവും. അപ്പോൾ ഒരു 25 മിനിറ്റ് എന്തായാലും വെക്കുക. അപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. മുട്ടയൊക്കെ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടൈം നിങ്ങളെടുക്കുന്ന പാനിനും അതുപോലെ തന്നെ ഫ്ലെയിമിനനുസരിച്ചിട്ടൊക്കെ ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് ചെയ്തെടുക്കുക. ഇനി മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേറെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു അതിശയപ്പത്തി ഇരിക്കുന്നത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നോമ്പുതുറ സൽക്കാരം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ, ഇതുപോലെ സ്ക്വയറായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം എണ്ണം സെർവ് ചെയ്യാനുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.